നമ്മുടെ സാഹിത്യത്തിന്റെ പരിപാടി ഉദ്ഘാടനം ചെയ്തത് സിനി ആർട്ടിസ്റ്റായുള്ള നമ്മുടെ നാട്ടുകാരായിട്ടുള്ള പ്രിയപ്പെട്ട അന്തരീക്ഷമാണ്. അദ്ദേഹത്തെ ഞാനിവിടെ ക്ഷണിക്കുകയാണ്. നമസ്കാരം. കാർബൺ ന്യൂട്രലിനെ പറ്റി പറഞ്ഞു. ഇതും ഉണ്ടാവേണ്ടിയിരിക്കുന്നു. അപ്പൊ ഇവിടെ പുസ്തക ആസ്വാദനമാണ്. ആ ഒരു കളയ അതെന്തായി സ്വാദ്. അതെ, ആസ്വാദനം ആ കളഞ്ഞാൽ സ്വാദ് എന്നാണ്. ഒരു പുസ്തകം വായിക്കാൻ സ്വാദ് നോക്കിയ എങ്ങനെയാണ്? വരുമാന സ്വാദ് നോക്കിയ എങ്ങനെയാണ്? നാവുകൊണ്ട് പുസ്തകം സ്വാദ് നോക്കാൻ പറ്റും. അപ്പൊ പിന്നെ തൊണ്ട നോക്കുക. അതെ, തൊണ്ട നോക്കണേ. വായിക്കാൻ തൊണ്ട നോക്കണേ. മനസ്സോടെ നോക്കണം. എന്തുകൊണ്ടാണ്? അപ്പൊ ഒരു സാഹിത്യ സൃഷ്ടിയോ ഒരു കലാസൃഷ്ടിയോ ആസ്വദിക്കുന്നത് എന്തുകൊണ്ടാണ്? കാണുകയും കേൾക്കുകയും ചെയ്ത് ഇന്ദ്രിയങ്ങളുടെ പ്രവർത്തനം വിട്ടിട്ട് എന്തുകൊണ്ട് ആസ്വദിക്കുന്നത്? ആ മനസ്സുകൊണ്ടാണ് ആസ്വദിക്കണത്. മനസ്സുകൊണ്ട് ആസ്വദിക്കുമ്പോ നല്ലൊരു സാഹിത്യമോ നല്ലൊരു കലാസൃഷ്ടി ശരിഞ്ഞ നാടകമോ കവിത എന്തെങ്കിലും അവിടെ ആസ്വദിക്കുമ്പോ ഈ ആസ്വദിക്കുമ്പോ വേണമെന്നല്ല. അതെന്താണ്? The instrument with which we enjoy a piece of art. അതെന്താണ്? മനസ്സാണ് പ്രതിബോധിക്കുന്നത്. അതെന്താണ്? മനസ്സിന് മാറ്റം. മനസ്സുകൊണ്ടാണ് ആസ്വദിക്കുന്നത്. നല്ലൊരു സാഹിത്യത്തെ ആസ്വദിക്കുമ്പോൾ അത് വായിക്കുന്നതിന് മുമ്പുള്ള മനസ്സാകില്ല. അങ്ങനെയാണെങ്കിൽ അത് വായിക്കുന്ന പ്രയോജനില്ല. ഒരു കലാസൃഷ്ടി വായിക്കുന്നതിന് മുമ്പുള്ള മാനസികാവസ്ഥ അത് വായിച്ചതിന് ശേഷം മാറിയില്ലെങ്കിൽ ആ പുസ്തകം കൊണ്ട് പ്രയോജനമില്ല. ആ പ്രസംഗം കൊണ്ട് പ്രയോജനമില്ല എന്ന് പറയുന്നത്. മാറ്റം വരും. നമ്മൾ ഏത് ഉപകരണം വെച്ചിട്ടാണോ ഈ സാഹിത്യ സൃഷ്ടികൾ കടലിന് മുമ്പിൽ നാളെ ശരിക്കും പരമില്ല. പക്ഷെ എന്തിന് മാറ്റം വരും? ഇതൊക്കെ ചേർന്നുണ്ടാക്കുന്ന അനുഭൂതി തരുന്ന മനസ്സിനെ മാറ്റം വരും. കുട്ടികളെ വിളിക്കുന്ന പേര് പിള്ളേരെന്നാണ്. ഈ പിള്ളേരെന്ന വാക്ക് ഇംഗ്ലീഷിനെ സ്പെല്ലിംഗ് PILLAR and it is pronounced ഉച്ചരിക്കുന്നത് എങ്ങനെയാണ്? പില്ലാർ എന്നാണ്. പില്ലാർ എന്ന് പറയുന്ന അർത്ഥം എന്താ? എന്താ അർത്ഥം? മലയാളിയില്ലേ? പില്ലാർ വീടില്ലേ? പില്ലാർ എന്ന് പറയുന്ന അർത്ഥം തൂണ് എന്നാണ്. എന്റെ മുമ്പിലിരിക്കുന്ന പിള്ളേരെ വെറും പിള്ളേരുകളല്ല, അവര് പില്ലാറുകളാണ്, അവര് തൂണുകളാണ്. തൂണിന്റെ ഫംഗ്ഷൻ ഓഫ് പില്ലാർ ഭാഷയിൽ എന്താ? തൂണിന്റെ ധർമ്മം സപ്പോർട്ട് സ്ട്രക്ചർ. ഒരു ഘടനയെ താങ്ങി താങ്ങാനാണ് ഒരു താങ്ങി നിർത്തുന്നതാണ് ഇതിന്റെ ധർമ്മം തൂണിന്. അപ്പൊ എന്റെ മുന്നിലിരിക്കുന്ന പിള്ളേര് വെറും പിള്ളേരുകളല്ല, പിള്ളേരുകളാണ്, തൂണുകളാണ്, താങ്ങേണ്ടതാണ്. എന്തിനെ താങ്ങേണ്ടതാണ്? നാളത്തെ കുടുംബത്തെ, നാളത്തെ സമൂഹത്തെ, നാളത്തെ ലോകത്തെ, നാളത്തെ രാഷ്ട്രീയത്തെ താങ്ങേണ്ട പില്ലാറുകളാണ് നിങ്ങള്. അപ്പൊ ആ പില്ലാറിന് ബലം വേണം. ആദ്യം പില്ലാറിന് ബലം എടുക്കുന്ന സാധനങ്ങളാണ് മതം, ജാതി, ഈ വഴി ചിന്തകള്. അപ്പൊ അതിനെ ന്യൂട്രൽ ആക്കണം. അതിനെ ന്യൂട്രൽ ആക്കുന്നതിന് പറയുന്ന പേരാണ് എത്തുന്നത് സാംസ്കാരിക പ്രവർത്തനം. അതിന്റെ പ്രവർത്തനമാണ് ഈ പുസ്തകത്തിന്റെ ആസ്വാദന കഥ. ഞാൻ ഒരു പാട്ടിന് കൂടി വഴി ഇത് അവസാനിപ്പിക്കാം. എനിക്കിത് തിരക്കുണ്ടാവുന്നതാണ്. എന്തായാലും മനുഷ്യന്റെ പുരോഗതി എന്ന് പറഞ്ഞാൽ മാഷ് പറഞ്ഞു കെട്ടണം വലിയ ഉണ്ട്, അതിന് പുരോഗതി. പക്ഷെ പുരോഗതി കൃതമാകാത്ത ഗതി എന്ന് പറഞ്ഞാൽ എന്താ? ഗതി ഏതെന്ന് പറയുന്ന ഗതി എന്ന് പറഞ്ഞാൽ എന്താ? You travel, you go from one place to another place. സഞ്ചരിക്കാവുന്ന ഗതി, വഴി, ഗതി അല്ലെ? പുരോഗമനം
പുരോഭാഗം, മുൻഭാഗം. പുരോഗതി എന്ന് പറഞ്ഞാൽ മുമ്പാക്കം പോവുക. എവിടേക്ക്? മുന്നോട്ട് 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 എന്നാണ് ഏത് വാക്കിന്റെ അർത്ഥം? പുരോഗതി. അപ്പൊ പിന്നോട്ട് പോലല്ല, എന്താ വേണ്ടത്? റിവേഴ്സ് ഗിയറിലല്ല കൊണ്ട് എവിടേക്ക് പോകണ്ടേ? ആ മുന്നോട്ട് പോകണം. മുന്നോട്ട് പോകുന്നതിന് എന്താ തടസ്സം? എന്താ തടസ്സം? ഈ വക ചിന്തകള് ഞാൻ നേരത്തെ പറഞ്ഞു. ആ ചിന്തകളെ മാറ്റിക്കൊണ്ട് മുന്നോട്ട് പോകാൻ മനുഷ്യന് പ്രകൃതിയാണ് ഈശ്വരൻ എന്നൊരു പാട്ടുള്ളത് എഴുതിയത് മുന്നേറ്റം പാട്ട് അത് ഞാൻ പാടാം. എന്നിട്ട് ഉദ്ഘാടനം ചെയ്യും. മുന്നേറ്റ പാട്ട് നമുക്ക് താളം പിടിക്കാൻ പറ്റിയ പിടിക്കുക. പാട്ട് മറക്കുന്ന രീതിയിൽ താളം പിടിക്കുന്നത്. എന്റെ അർത്ഥം ഇന്ത്യയാണ് പാടത്തെ മുന്നേറ്റം പാട്ട്. നമുക്ക് നമ്മുടെ ദൈവം സാക്ഷാൽ വിശ്വമഹാശക്തി നിലച്ച പോലെ അനുഭവമരുളും പ്രകൃതി പരാശക്തി. നമുക്ക് നമ്മുടെ ദൈവം സാക്ഷാൽ വിശ്വമഹാശക്തി നിലച്ച പോലെ അനുഭവമരുളും പ്രകൃതി പരാശക്തി. എവിടെ വിളിച്ചാൽ അവിടെ വിളങ്ങും വിശ്വമഹാശക്തി. ഇവിടെ മനുഷ്യരെ രക്ഷിക്കുന്നത് പ്രകൃതി പരാശക്തി. മനുഷ്യ മാനസ സങ്കൽപ്പത്തിൽ വിളഞ്ഞ ദൈവങ്ങൾ മുഴുവൻ വിശ്വപ്രകൃതിയിൽ പൊങ്ങി താഴുന്നോളങ്ങൾ. നമുക്ക് വേണ്ട ചിന്തവിലക്കും മഹിമാചാരങ്ങൾ. മനുഷ്യ രക്തക്കുരുതി നടത്തും മതവിശ്വാസങ്ങൾ. മഹത്വബോധ പുരോഗതി വീതിയിൽ മുന്നേറുന്നവരെ മതജാതികളുടെ മയക്കുവിദ്യക്കരിമകളാകൊല്ലേ. സ്വതന്ത്ര ചിന്ത സഭ്യതപസ്സിൽ ജ്വലിച്ച ബന്ധങ്ങൾ. സമഗ്ര ദർശനമേയിടത്തെ സൂര്യവെളിച്ചങ്ങൾ. മരണാനന്തര ജീവിത സ്വപ്ന പ്രവചനഘോഷങ്ങൾ. മതി മതി നിർത്തുക മനുഷ്യരാവുക മുന്നേറുക നമ്മൾ. മതബന്ധനമില്ലാത്തൊരു മാനവ മഹോദയം കൊണ്ടേ ജനാധിപത്യം സുഭദ്രമാകൂ സുഖിക്കുവാനൊക്കൂ. ഒഴിഞ്ഞു പോവില്ല മുത്ത് മാറ്റുക ശക്തി ജ്വലനത്താൽ. കഴിഞ്ഞ കാലം മനസ്സുകൂട്ടിയൊരതിമച്ചങ്ങലകൾ. പഴകിയ വേദം പ്രത്യയശാസ്ത്രം പലതിപ്പലറാതെ. പ്രബുദ്ധരാകുക പുരോഗമിക്കുക പുതിയവരാകുക നാം. പുതിയവരാകുക വിശ്വമഹാഗുരു ശക്തി ധ്യാനത്താൽ. പ്രപഞ്ച വിജ്ഞാനത്തെ വളർത്തും യുക്തി വിചാരത്താൽ. മനുഷ്യരാശിക്കൊന്നേ ദൈവം വിശ്വമഹാശക്തി. മതദൈവങ്ങൾക്കപ്പുറമരുളും പ്രകൃതി പരാശക്തി. അയ്യനുമപ്പൻ വായൊരു സൂര്യൻ നമ്മുടെ ഗുരുനാഥൻ. അകവും പുറവും വെട്ടിവിളങ്ങും വിശ്വമഹാശക്തി. അക്ഷരലക്ഷം കൊണ്ടൊരു പൂരില മഹാകാശം. അകമ്പുറം നിലനിൽപ്പേറും മാറ്റത്തിൻ വേദം. സത്യമനോഹര പരിണാമത്തിൻ ബോധമഹാഗ്രന്ഥം. സമ്പാദിക്കും ഗുരുവം ദൈവം പ്രകൃതി പരാശക്തി. ഒരൊറ്റ ദൈവം പേരുക നേരും പേരും ഒരു ദൈവം. മനുഷ്യനെന്നും രക്ഷാദൈവം വിശ്വമഹാശക്തി. അതുകൊണ്ട് നിങ്ങൾ നല്ല ബലമുള്ള പിതാവിനായി വളർന്നു വരണം. നമുക്ക് മനുഷ്യനെ തൊട്ടേ അറിയുള്ളൂ. അങ്ങനെ നിങ്ങൾ മുന്നേറുക. അതാണ് മുന്നേറ്റം പാട്ട്. അങ്ങനെ മുന്നേറുക എന്ന് മാത്രം പറയുന്നത്. ഇതിലുള്ളത് അവിടെ നോക്കും എന്ന് പറഞ്ഞുകൊണ്ട് അതെല്ലാം ഇരുന്നു ഞങ്ങൾക്ക് പണിയില്ല. അതുകൊണ്ട് ഈ പരിപാടി അതായത് ഈ നവമനോ സാഹിത്യോത്സവം കഥയും കവിതയും കഴിയും പുസ്തകാസ്വാദനമാണ്. പുസ്തകം ആസ്വദിക്കണമെങ്കിൽ സഹൃദയനം സമാന ഹൃദയം ഉണ്ടാവും.
ആരോട് എഴുത്തുകാരന്റെ ഹൃദയവുമായിട്ടുള്ള താല്പര്യമാണ് ഒരു അർത്ഥത്തിൽ എന്ത് ചെയ്യുന്നത് ആസ്വാദനത്തിൽ. എന്തായാലും അതിനെ പറ്റിയുള്ള ഇതിനേക്കാൾ വിവരങ്ങളെ സംസാരിക്കാനുള്ളതുകൊണ്ട് ഇവിടെ എല്ലാവരെയും അനുവാദത്തോടുകൂടി ഈ സാഹിത്യോത്സവം ഉദ്ഘാടനം ഔദ്യോഗികമായ ഉദ്ഘാടനം നന്ദി.